وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളായ സഹോദരി സഹോദരികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാമ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ തഫ്സീർ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഈ പഠന സംരംഭത്തിൽ വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 166 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. അവസാനമായി പഠിച്ച വചനത്തിൻ്റെ ആശയം നേതാക്കന്മാരും അനുയായികളും തമ്മിൽ പരസ്പരം ഉത്തരവാദിത്തമൊഴിയുന്ന രംഗമുണ്ട് പരലോകത്ത് എന്ന കാര്യമാണ്. ആ നേതാക്കന്മാർ അനുയായികളെ വിട്ടൊഴിവാകുകയും അദാബ് നേരെ മുമ്പിൽ കാണുകയും പരസ്പരമുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ വെച്ച് അവസാനിച്ചു പോവുകയും ചെയ്യുന്ന രംഗമുണ്ട് എന്നാണ് ആ ആയത്ത് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത്. അടുത്ത ആയത്ത് അല്ലാഹു തആല പറയുന്നു, വഖാലല്ലദീന തബഉ ലൗ അന്ന ലനാ കററതൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ കദാലിക യുരീഹിമുല്ലാഹു അഅ്മാലഹും ഹസറാത്തിൻ അലൈഹിം വമാ ഹും ബിഖാരിജീന മിനന്നാർ. അനുയായികളായ ആളുകൾ, പിൻപറ്റിയ ആളുകൾ അവർ പറയും, ഞങ്ങൾക്ക് ഒരു അവസരം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ ഞങ്ങളിൽ നിന്ന് ഒഴിവായതുപോലെ അന്ന് ഞങ്ങൾ ഇവരിൽ നിന്നും ഒഴിവാവുക തന്നെ ചെയ്യും. ദുനിയാവിലേക്ക് ഒന്നുകൂടെ മടക്കപ്പെടുകയും വീണ്ടും ഒരു ജീവിതമുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അന്ന് ഈ നേതാക്കന്മാരാക്കാൻ ഞങ്ങളെ കിട്ടൂല. അന്ന് ഇവരെ കൂടെ നിൽക്കാൻ, ഇവർക്ക് വേണ്ടി വാദിക്കാൻ ഞങ്ങൾ ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഈ പരലോകത്ത് അവർ ഞങ്ങളിൽ നിന്ന് ഒഴിവായതുപോലെ ഞങ്ങൾ അവരിൽ നിന്നും ഒഴിവാകുമ്പോൾ തന്നെ ചെയ്യും ഇതിനവസരമുണ്ടെങ്കിൽ. പക്ഷെ അവസരമില്ലല്ലോ. അങ്ങനെ അവർക്കെല്ലാം നഷ്ടമായി പോയി എന്ന ബോധം ഉണ്ടാകുന്നു. എന്നാൽ വമാഹും ബിഖാരിജീന മിനന്നാർ, അവരാകട്ടെ നരകത്തുനിന്ന് പുറത്തു കടക്കുന്നവരല്ല തന്നെ, അവർ നരകശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്നാണ് 167-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. വല്ലാത്ത അർത്ഥവത്തായ വചനങ്ങളാണ് ഈ വചനങ്ങളെല്ലാം തന്നെ. അവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, ഇവിടെ അൽ അത്ബാഅ് അനുയായികൾ പറയുകയാണ്, ഒരു ആഗ്രഹം പോലെ, ഒരിക്കൽ നടക്കാത്ത ഒരു ആഗ്രഹമാണെങ്കിലും അവർ ആഗ്രഹം പോലെ പറയുന്ന കാര്യമാണ് ഈ ആയത്തിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. അഥവാ ഇനിയൊരിക്കലും നടക്കില്ല, തിരിച്ചു പോരാൻ കഴിയില്ല എന്ന് ഉറപ്പാണല്ലോ. എന്നാലും ഒരു തമന്നി, ഒരു ആഗ്രഹം, ലൗ അന്ന ലനാ കറ ഐ അർജുഉ ഇല ശൈഇ, ഇവിടെ ദുനിയാവിലേക്കുള്ള മടക്കമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നിലേക്ക് വീണ്ടും മടങ്ങിച്ചെല്ലുക, അതിനാണ് കറത്ത് എന്ന് പറയുക. ഇവിടെ ഉദ്ദേശം ദുനിയാവിലേക്കുള്ള മടക്കമാണ്. ദുനിയാവിലേക്ക് ഒരു മടക്കം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഫനതബറഉ മിൻഹും ഹുനാക ഫിദ്ദുനിയ ലൗ റജഅനാ, അങ്ങനെ മടങ്ങിപ്പോയാൽ അന്ന് ആ ദുനിയാവിൽ വെച്ച് ഞങ്ങൾ ഇവരിൽ നിന്ന് ഒഴിവാകും. കമാ തബറഉ മിന്നാ ഹാഹുനാ ഫിൽ ആഖിറ, ഇവിടെ പരലോകത്ത് വെച്ച് അവർ ഞങ്ങളെ വിട്ടൊഴിവായി, ഉത്തരവാദിത്തം ഏൽക്കാൻ തയ്യാറായില്ല എന്നതുപോലെ
ഇനി ഒന്നുകൂടെ മടങ്ങിച്ചെല്ലുകയാണെങ്കിൽ ആ ദുനിയാവിൽ വെച്ച് ഞങ്ങൾ ഇവരുമായുള്ള ബന്ധവും ഒഴിവാകും. ഫനുജാസിഹിം ബിമാ ജാസൗനാ ബിഹി. അവർ ഞങ്ങളോട് എങ്ങനെയാണോ ഇപ്പോൾ പ്രതികരിച്ചത് സമാനമായി ഞങ്ങൾ അങ്ങോട്ടും പ്രതികരിക്കും. പക്ഷേ സാധ്യമല്ലല്ലോ, ഈ ഒരു ആഗ്രഹം നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ശേഷം അല്ലാഹ് പറഞ്ഞത് കദാലിക യുരീഹിമുല്ലാഹു അഅ്മാലഹും ഹസറാത്തിൻ അലൈഹിം വമാ ഹും ബിഖാരിജീന മിനന്നാർ. അവരുടെ കർമ്മങ്ങളെല്ലാം നഷ്ടമായതായിട്ട് റബ്ബ് അവർക്ക് കാണിച്ചു കൊടുക്കും, എന്നാൽ അവർ നരകത്തിൽ രക്ഷപ്പെടുന്നവരെ അല്ല എന്നാണ് അല്ലാഹു തആല പ്രത്യേകമായി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ആഗ്രഹങ്ങളൊന്നും നടക്കുന്ന ആഗ്രഹങ്ങളല്ല, അവിടൊന്നും പ്രത്യേകിച്ച് പ്രയോജനവുമില്ല. അതൊക്കെ കേവലം ചില ആഗ്രഹങ്ങൾ മാത്രമാണ്, ഒരു തമന്നിയാണ്, ഒരിക്കലും നടക്കാത്ത ആഗ്രഹമാണ് എന്നാണ് അല്ലാഹു തആല പ്രത്യേകമായി അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ ശൈഖ് റഹിമഹുല്ലാഹ് അവിടെ ഭാഷാപരമായ ചില ചർച്ചകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഇത്തരം ഒരു ക്ലാസ്സിൽ ആവശ്യമില്ല എന്നതിനാൽ അത് വിശദീകരിക്കുന്നില്ല. അല്ലാഹു തആല അവിടെ കർമ്മങ്ങളെ നഷ്ടമാക്കി കാണിച്ചു. ഹസറാത്തിന്, ഹസറാത്ത് എന്നാൽ ഹസറത്ത് വഹിയ അന്നദമു മഅൽ ഇൻകിമാഷ് വൽ ഹുസ്നു, ദുഃഖം, വിഷമം, അതൊക്കെയാണ് ഹസറാത്ത്, ഖേദം എന്നൊക്കെ പറയുക. ഹഉലാഇ യുറൗന അഅ്മാലുഹും യൗമൽ ഖിയാമ അലാ ഹാദൽ വജ്ഹി യതഹസ്സറൂന. പരലോകത്ത് അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടുമ്പോൾ വല്ലാത്ത ഖേദം അവർക്കുണ്ടാകും. ശുഫ് അൽ ആൻ ഹഉലാഇ അത്ബാ മാ ലാ യകുനു ശുഊറുഹും ഫീ ദാലിക്കൽ വഖ്ത്. ആ സമയത്ത് ഈ അനുയായികളായി നിന്ന ആളുകളുടെ ഖേദം എത്രയായിരിക്കുമെന്ന് നീ ചിന്തിച്ച് നോക്കുക എന്നാണ് ശൈഖ് റഹിമഹുല്ലാഹ് പറയുന്നത്. ഇവിടെ നേതാക്കന്മാരെ പിന്നാലെ കൂടി അവരൊക്കെ ഉണ്ടാകും, രക്ഷപ്പെടുത്താൻ പരലോകത്ത് അവർ കൈപിടിക്കും, അവർ സ്വർഗത്ത് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ഓരോ നേതാക്കന്മാരെ പിന്നാലെ കൂടിപ്പോയ ആളുകൾ അവിടെ എത്തുമ്പോൾ നേതാക്കന്മാരെ പറയാം ഞങ്ങളറിയില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നേതാക്കന്മാർ കൈയൊഴിയുമ്പോൾ ഈ അനുയായികളുടെ ഖേദം, അവരുടെ നഷ്ടബോധം എത്രയായിരിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അയ്യഫൂതൽ ഇൻസാനു ദുനിയാഹു വആഖിറതുഹു മിൻ അജ്ലി ഇത്തിബാഇ ഹഉലായി സാദ വൽ അസ്റാഫിൽ വുജ്ഹ. ഈ നേതാക്കന്മാരുടെ അനുയായികളായി കൂടി എന്നതിനാൽ ഇത്തരം ആളുകൾക്ക് ദുനിയാവും നഷ്ടമായി പരലോകം നഷ്ടമായി. അതിനേക്കാൾ വലിയ നഷ്ടബോധം മറ്റെന്തുണ്ട് എന്നാണ്. ദുനിയാവിലും അവർ പലതും വേണ്ടെന്ന് വെച്ചു നേതാക്കന്മാർക്ക് വേണ്ടി, താല്പര്യങ്ങൾ പലതും വേണ്ടെന്ന് വെച്ചു നേതാക്കന്മാർക്ക് വേണ്ടി. പരലോകത്തെത്തിയപ്പോഴോ ആ നേതാക്കന്മാർ കൈയൊഴിയുകയും ചെയ്തു. ഇതിനേക്കാളും വലിയ നഷ്ടം എന്താണ്? ദുനിയാവും പോയി, ആഖിറവും പോയി. വമാഹും ബിഖാരിജീന മിനന്നാർ. അവരാകട്ടെ നരകത്തിൽ നിന്ന് പുറത്ത് കടക്കുന്നവരേ അല്ല. അഥവാ ഖാലിദൂന ഫീഹാ, അവരതിൽ ശാശ്വതരാണ് എന്നർത്ഥം. എന്നെന്നുമായി ആ നരകത്തിൽ കഴിയേണ്ടി വരും. രക്ഷപ്പെടുന്ന പ്രശ്നമേ ഇല്ല. അവിടെ ശാശ്വതരായി അവർക്ക് അവിടെ കഴിയേണ്ടി വരും എന്ന് അല്ലാഹു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അത്ര വലിയ നഷ്ടം ഏതെങ്കിലും ആളുകളെ പിൻപറ്റി അവരെ പിന്നാലെ കൂടിയാൽ അതുവഴി ദുനിയാവിലും ആഖിറത്തിലും വരാൻ പോകുന്ന നഷ്ടങ്ങളെയാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപാട് പാഠങ്ങൾ നമുക്കെല്ലാം ഇതിലുണ്ട്. അതുകൊണ്ട് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ദുനിയാവ് നഷ്ടപ്പെടുത്താതെ, പരലോകം നഷ്ടപ്പെടുത്താതെ അല്ലാഹും റസൂലും പഠിപ്പിച്ച രീതിയിൽ മാത്രം ജീവിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.